നമസ്കാരം, എല്ലാവർക്കും കറിക്കൂട്ടിലേക്ക് സ്വാഗതം. ഈ കൊറോണ സമയത്ത് ആഘോഷങ്ങളൊന്നുമില്ലാത്ത ഒരു പെരുന്നാൾ ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ ബിരിയാണിയാണ്. അപ്പോൾ ബീഫ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1.5 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. 1 കിലോ എല്ലും 1/2 കിലോ പീസും. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിൽ കുറച്ച് മസാലയും കൂടി ചേർക്കാം. ആദ്യം ഉപ്പ് ചേർക്കാം, ഗരം മസാല പൗഡർ, കുറച്ച് മുളക് പൊടി, കുരുമുളക് എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലോട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തൊന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. ഇനി അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി മസാല റെഡിയാക്കി എടുക്കാം. ഇതിലോട്ട് ഒരു വലിയ പാത്രത്തിലോട്ട് അല്പം വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ തന്നെ ബീഫ് ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത്. 2 പച്ചമുളക് ചേർക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി 4 സവാള നീളത്തിന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വാടി വരണം. ഇതിനായിട്ട് ഉള്ളിൽ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. സമയമെടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഉള്ളി നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മല്ലിപ്പൊടി ചേർക്കാം. ഇനി മുളക് പൊടി കുറച്ച് ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കാനുള്ളതാണ്. എരിവ് നോക്കിയിട്ട് ചേർക്കാം. ഇനി കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. ഈ ഉള്ളിയും മസാലയും ചേർന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. ഇത് നമ്മൾ തക്കാളി ചേർക്കുന്നില്ല. അതിനായിട്ട് 2 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നു. ഇനി ഒന്ന് അടച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങ കൊത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മസാലയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർക്കാം. ഒന്ന് അടച്ചു വയ്ക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ. നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ച കപ്പ ചേർക്കാം. തീ ഒന്ന് സിമ്മാക്കി കൊടുക്കാം. ഇതിന്റെ മുകളിൽ ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. ഫ്രൈ ചെയ്ത തേങ്ങ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ഗരം മസാലയും ഇതിന്റെ മുകളിൽ നിന്ന് വിതറി കൊടുക്കാം.
ലാസ്റ്റ് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഇനി ബിരിയാണി ദം ചെയ്യുന്ന പോലെ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ആവിയൊക്കെ കയറി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പകുതി ഭാഗം കപ്പ ഒന്ന് ഉടച്ചു കൊടുക്കാം. ബാക്കി പകുതി അങ്ങനെ ആ പീസായിട്ട് കിടക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ടൈറ്റായി വരണം. ഇനി ആവശ്യത്തിന് അല്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതിൻ്റെ മുകളിൽ അല്പം സവാള നുറുക്കി ചേർക്കണം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇത് മിസ് ചെയ്യരുത്. ഇതും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ചിക്കൻ വെച്ചും ഉണ്ടാക്കാവുന്നതാണ്, ബീഫ് കഴിക്കാത്തവർക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ. താങ്ക് യു.